നമസ്കാരം. ജെസ്സി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥികൾ അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ജെസ്സി ടോക്സിനൊപ്പം ചേരും. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. youtube.com/ജസ്ദാസഞ്ജിത്ത് എന്നുള്ളതാണ് യൂട്യൂബ് അഡ്രസ്. മലപ്പുറത്തെ പച്ചക്കോട്ട തകർക്കാൻ ഇടതുപക്ഷത്തെ ഇളമുറക്കാരനാകുമോ? വി.പി. സാനു പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ മലപ്പുറത്തെ ഓരോരുത്തർക്കും ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടി വി.പി. സാനുവിനെ നേരിടുമ്പോൾ അതിന് ചരിത്രത്തിന്റെ ഒരു കൗതുകം കൂടിയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് കുറ്റിപ്പുറത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നത് വി.പി. സാനുവിന്റെ പിതാവായ വി.പി. സക്കറയായിരുന്നു. വി.പി. സാനുവിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് വി.പി. മുസ്തഫ പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു: പണ്ട് ഞാൻ മത്സരിച്ചപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടി എതിർ സ്ഥാനാർത്ഥി, ഇപ്പോൾ എന്റെ മകൻ മത്സരിക്കുമ്പോഴും കുഞ്ഞാലിക്കുട്ടി തന്നെ എതിർ സ്ഥാനാർത്ഥി. നാളെ ഒരിക്കൽ വി.പി. സാനുവിന്റെ മകൻ മത്സരിക്കുമ്പോഴും കുഞ്ഞാലിക്കുട്ടി തന്നെയാകും എതിർ സ്ഥാനാർത്ഥി. വലിയ പരിഹാസമാണ് ഈ വാക്കുകളിലൂടെ സക്കറിയ മുസ്ലിം ലീഗിനെതിരെ തൊടുത്തുവിട്ടത്. എന്തായാലും മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ഇളക്കാൻ വി.പി. സാനുവിന് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എത്രമാത്രം വിള്ളലുണ്ടാക്കാൻ വി.പി. സാനുവിന് കഴിയും എന്നുള്ളതാണ് പ്രധാനം. മഞ്ചേരിയിൽ ടി.കെ. ഹംസ ജയിച്ചു കയറിയ ഒരു ചരിത്രം വി.പി. സാനുവിന് ഊർജമേകുന്നുണ്ട്. സാനുവാണ് ഇന്ന് ജെസ്സി ടോക്സിനൊപ്പം ചേരുന്നത്. സാനു, സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും മുസ്ലിം ലീഗിനെ പിന്തുണച്ച ഒരു ചരിത്രമാണ് മലപ്പുറത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ജയപ്രതീക്ഷ എത്രത്തോളമുണ്ട് വി.പി. സാനുവിന്? മലപ്പുറത്തിൽ ലീഗിനല്ലാതെ തുടർച്ച പാരമ്പര്യമില്ല എന്ന് പറയുമ്പോൾ ഈ മലപ്പുറം മണ്ഡലത്തിന്റെ ഭൂരിപക്ഷം ഭാഗങ്ങളും പഴയ മഞ്ചേരി മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു. 2009 മലപ്പുറം നിലവിൽ വരുന്നതിന് മുമ്പ് ആ മഞ്ചേരി മണ്ഡലത്തിൽ 2004 അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ടി.കെ. ഹംസയാണ്. സിപിഐഎം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മാത്രമല്ല ഇതിന്റെ അന്ന് ഭാഗമല്ലാതിരുന്ന പെരിന്തൽമണ്ണ മങ്കട മണ്ഡലത്തിൽ പലതവണ ഇടതുപക്ഷം ജയിച്ചിട്ടുണ്ട്. 2006 2 സീറ്റ് ഇടതുപക്ഷമാണ് ജയിച്ചത്. അത്തരത്തിൽ ദീർഘകാലമായി അല്ലെങ്കിൽ എല്ലാ കാലത്തും അവർ ജയിക്കുന്നതല്ല. ദീർഘകാലം അവർ മുസ്ലിം ലീഗിന്റെ കയ്യിലായിരുന്നു എന്നത് ശരിയാണ്. പക്ഷെ എല്ലാ കാലത്തും ലീഗിന്റെ കയ്യിലാണ് എന്നത് ശരിയല്ല. അട്ടിമറികൾ അട്ടിയുടെ മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഹംസയൊക്കെ ജയിക്കുന്നത് 1.5 ലക്ഷം വോട്ട് മറികടന്നുകൊണ്ട് ഏകദേശം 50,000 അടുത്ത് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അങ്ങനെ ചരിത്രം കൂടി മലപ്പുറത്തിലുണ്ട്. പി.കെ. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ എത്രത്തോളം ജയപ്രതീക്ഷ വി.പി. സാനുവിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മുസ്ലിം ലീഗിന്റെ അധികായനായൊരു നേതാവ് മലപ്പുറത്ത് മത്സരിക്കാനായി എത്തുന്നു. ഭൂരിപക്ഷം കുറയ്ക്കുവാനാകുമോ എന്നുള്ള ചോദ്യങ്ങൾ സാനുവിനെ നേരിടേണ്ടി വന്നു. എന്താണ് ജയപ്രതീക്ഷ എന്നുള്ളതാണ് മറ്റൊരു കാര്യം അറിയാനുള്ളത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. കേരളത്തിലെ തന്നെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവാണ്. പക്ഷെ ഇത് ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല, മറ്റ് രാഷ്ട്രീയം തമ്മിലുള്ള പോരാട്ടമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം വലതുപക്ഷ രാഷ്ട്രീയം തമ്മിലുള്ള പോരാട്ടമാണ്. അതിൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് വർഗീയ ഫാസിസവും അതുപോലെ തന്നെ അഴിമതിയും കർഷക ജനദ്രോഹ നടപടികൾ, നോട്ട് നിരോധനം ഉൾപ്പെടെ GST ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കുന്നത്, ഏറ്റവും സ്ത്രീ സുരക്ഷയിൽ 84ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്, അതുപോലെ തന്നെ യുവാക്കൾക്ക് തൊഴിൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയത്, ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ, വിവിധ മേഖലകളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്, ഒരു പ്രളയത്തെ അധൈര്യം നേരിട്ട് തോൽപ്പിച്ചത്, അത്തരം കാര്യങ്ങളെല്ലാം ഒരു അതോടൊപ്പം മലപ്പുറം ജില്ലയുടെ വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും ഇതിൽ ചർച്ച ചെയ്യപ്പെടും. 50 വർഷമായി മലപ്പുറം ജില്ല രൂപീകരിച്ചിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ് ഈ വർഷം. പക്ഷെ മലപ്പുറം ജില്ലയിൽ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ വിജയിച്ചു പോയിട്ടുള്ളത് UDF ആണ്. അതിൽ തന്നെ മുസ്ലിം ലീഗാണ്. എന്നാൽ ഈ 50 വർഷം കൊണ്ട് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കുടിവെള്ള പ്രശ്നം രൂക്ഷമായിട്ടുള്ള സ്ഥലമാണ്. 2 പ്രധാനപ്പെട്ട നദികൾ ചാലിയാറും കടലും തീരുന്നു. അതിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ കുടിവെള്ള പദ്ധതി ഇവിടെ ഇല്ല. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ ഇല്ലാതെ വിദ്യാഭ്യാസം നേടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷെ ഇവിടെ ആ രൂപത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനം ഒരു അലിഗഡിന്റെ ഓഫ് ക്യാമ്പസ്
അത് തന്നെ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നതാണ്. അതിനപ്പുറത്തേക്കൊന്നും കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല. യുവാക്കൾക്ക് തൊഴിൽ കണ്ടെത്താനും പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ഒക്കെ കേരളത്തിലെ ഗവൺമെന്റ് വലിയ രൂപത്തിലുള്ള പിന്തുണ നൽകുമ്പോൾ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് തൊഴിൽ രഹിതരായിട്ടുള്ള ഒട്ടനവധിയായിട്ടുള്ള ആളുകളുണ്ട്. മാത്രമല്ല അൻസാക്കത്ത് ഉൾപ്പെടെ വന്ന് പ്രവാസ ലോകത്ത് ഒരുപാട് ആളുകൾ തിരിച്ചു വരുന്ന സ്ഥിതിയുണ്ട്. ഇത്തരം കാര്യങ്ങളുടെ ഇടപെടും. പ്രവാസികൾ ഒരുപാടുണ്ട് സാനു മലപ്പുറത്തിന്റെ നട്ടല് തന്നെ പ്രവാസികളാണ്. പ്രവാസികളോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും മലപ്പുറത്തിന്റെ നട്ടലാണ് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ. പ്രവാസികളാണ് മലപ്പുറത്തിന്റെ അല്ല കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ തന്നെ നട്ടലാണ് പ്രവാസികൾ. അതിൽ വളരെ പ്രധാനമാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. ഈ മലപ്പുറം ജില്ലയുടെ വികസനം എന്ന് പറഞ്ഞാൽ അതെല്ലാം പ്രവാസികൾ കൊണ്ടുവന്നതാണ്. അല്ലാതെ ഇവിടുന്ന് വിജയിച്ചു പോയിട്ടുള്ള ലീഗിന്റെയോ അല്ലെങ്കിൽ UDF-ന്റെയോ MLA-മാരോ ദീർഘകാലം മന്ത്രിമാരായിരുന്നവരോ നടത്തിയ വികസനത്തിന്റെ ഭാഗമായിട്ടല്ല ഇവിടുത്തെ ജീവിത നിലവാരം ഉയർത്തുന്നത്. അത് ഗൾഫാണ്. ഗൾഫിൽ തൊഴിലെടുത്ത ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്റെ വേർപ്പിന്റെ വിലയാണ് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളും ഇവിടുത്തെ ആളുകളുടെ ജീവിത നിലവാരം വർദ്ധിച്ചത്. പക്ഷെ അവർക്ക് കരിപ്പൂർ എയർപോർട്ട് പ്രധാനപ്പെട്ട എയർപോർട്ടാണ്. അതിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങാത്ത സ്ഥിതി ഉണ്ടായി. കേരളത്തിലെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് വീണ്ടും ഇവിടേക്ക് വലിയ വിമാനങ്ങൾ ഇറങ്ങുന്ന സ്ഥിതി ഉണ്ടായത്. ഒരു ഹജ്ജ് ക്യാമ്പും ഹജ്ജ് ഹൗസും ഉണ്ടായിരുന്നു കരിപ്പൂരിൽ. അത് മുമ്പ് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നത്. അത് അടച്ചുപൂട്ടുന്ന സമീപനമാണ് വർദ്ധിക്കുന്നത്. മാത്രമല്ല വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ തിരിച്ചു വരുന്ന ആളുകൾക്ക് അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും അവർ ഇവിടെ വരുന്ന സമയത്ത് അവരെ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി അവരനുഭവിക്കുന്നുണ്ട്. ഇത്തരം റിഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ എടുക്കാൻ ഇത്തരം ഈ MLA-മാർക്കോ ഇവിടെ വിജയിച്ചു പോയ MP-മാർക്കോ ഒന്നും സാധിച്ചിട്ടില്ല. അപ്പൊ അത്തരം വിഷയങ്ങളിലൊക്കെ പ്രവാസികൾക്ക് വേണ്ടി ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും അവസാനം എയർ ഇന്ത്യ മോദി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ചാർജസ് ഉയർത്തുന്ന സ്ഥിതി ഉണ്ടായപ്പോഴും അപ്പോഴും ഇടപെട്ടത് കേരള ഗവൺമെന്റാണ്. അത്തരത്തിലുള്ള ഒട്ടനവധിയായിട്ടുള്ള സാനു, അതുമായി ബന്ധപ്പെട്ട് പല ആശയക്കുഴപ്പങ്ങളും നിൽക്കുന്നുണ്ട്. അത് ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് ഒരിക്കൽ വരാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സാനുവിന്റെ പിതാവിന്റെ ഒരു പ്രതികരണമായിരുന്നു കുഞ്ഞാലിക്കുട്ടി എതിർ സ്ഥാനാർത്ഥിയായി വന്നതിനെതിരെ. അതായത് മത്സരിച്ചപ്പോഴും ഇപ്പോൾ സാനു മത്സരിക്കുമ്പോഴും കുഞ്ഞാലിക്കുട്ടി തന്നെ എതിർ സ്ഥാനത്ത് നിൽക്കുന്നു. വലിയൊരു പരിഹാസമുണ്ട് ആ വാക്കുകളിൽ. എങ്ങനെയാണ് ആ വാക്കുകളെ കാണുന്നത്? പാർട്ടിയിലും ഒരുപാട് അദ്ദേഹം മോശക്കാരനായതുകൊണ്ടല്ല, പക്ഷേ പിന്നെ അദ്ദേഹം ഞാൻ നേരത്തെ പോലെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതിൽ യാതൊരു തർക്കമില്ല. പക്ഷെ ദീർഘകാലം ഒരാൾക്ക് തന്നെ ഈ ഇത്തരം സ്ഥാപനം തുടരുക എന്ന് പറയുന്നത് അവർ യുവാക്കളായിട്ട് ഒരുപാട് ആളുകൾ അവരുടെ ഇടയിൽ തന്നെയുണ്ട്. ഒരു യൂത്ത് ലീഗ് ഒരു മാർച്ച് തന്നെ കേരള മാർച്ച് തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി. അത്തരത്തിൽ ഒരുപാട് യുവ വിദ്യാർത്ഥി നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ്. അത്തരം ആളുകൾക്കൊക്കെ തന്നെ യാതൊരു വിധത്തിലുള്ള അവസരം കൊടുക്കാതെ അത്തരം ആളുകളെ ഇത്തരം മത്സര രംഗത്തേക്ക് കൊണ്ടുവരില്ല. തുടർച്ചയായി ചില ആളുകൾ തന്നെ അവർക്ക് തന്നെ നിരന്തരമായിട്ട് കൊടുക്കുന്ന സ്ഥിതിയാണുള്ളത്. അത് പറയുമ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോ ഇത് രണ്ടും ഈ ഒരു കൗതുകം കൂടിയുണ്ട് ഈ മലപ്പുറത്തെ ഒരു മത്സരത്തിന്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇടതുപക്ഷം അത്തരത്തിലുള്ള വലിയ അവസരം കൊടുക്കുന്നുണ്ട്. മുമ്പ് MP രാജേഷ് ആദ്യമായി മത്സരിക്കുമ്പോൾ, അതുപോലെ തന്നെ PK മത്സരിക്കുന്ന സമയത്ത്, അത് മുമ്പ് KK രാജേഷ് തോറ്റുപോയെങ്കിലും കണ്ണൂർ പോലെയുള്ള ഒരു സീറ്റിൽ KK രാജേഷിനെ സഭയുടെ മുന്നണിയെ നിയമസഭയെ കൂടിയാണ് മത്സരിക്കുന്നത്. ഈ സമ്പത്തിനെ കൊണ്ടുവരുന്നത് യുവാവായി നിൽക്കുന്ന സമയത്താണ്. അത്തരത്തിൽ ഒരുപാട് ആളുകൾക്ക് ഇടതുപക്ഷം CPM അവസരം കൊടുക്കുന്നു. എന്നാൽ അത്തരം അവസരം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയിൽ കൊടുക്കുന്നില്ല. അത് അവരുടെ ആഭ്യന്തരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിൽ അവരുടെ പാർട്ടിയിലെ വിഷയമാണ്. പക്ഷെ ഇത് ജനം ചർച്ച ചെയ്യും. ഈ പ്രചരണം ആദ്യഘട്ടം പിന്നിടുകയാണ്. അപ്പോ എങ്ങനെയാണ് വോട്ടർമാരുടെ ഒരു പ്രതികരണം? ആദ്യഘട്ടം പിന്നിട്ട് കഴിഞ്ഞു. അതിൽ ഒന്ന് പ്രധാനമായിട്ടും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചു. അതുപോലെ തന്നെ നേരിട്ട് വോട്ടർമാരിലേക്ക് ചെറിയ ടൗണുകൾ, അതുപോലെ തന്നെ ചെറിയ പ്രദേശങ്ങൾ, ബൂത്തുകൾ വരെയുള്ള തലങ്ങളിലേക്ക് ചെറിയ രൂപത്തിലെങ്കിലും എത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ വലിയ രൂപത്തിൽ ഉള്ള പിന്തുണയാണ് എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും. ഇപ്പൊ പ്രായമായ ആളുകളൊക്കെ ആണെങ്കിൽ വളരെ ആവേശത്തോടു കൂടി ഇത് 2004 ആവർത്തിക്കും, ഈ ക്യാമ്പ് വിജയിച്ച പോലെ
ഹംസാക്ക വിജയിച്ച പോലെയുള്ള ഒരു ആവർത്തനം ഇവിടെ ഉണ്ടാവും. 2006 KT ജലീലും അതുപോലെ തന്നെ കുറ്റിപ്പുറം തിരൂരും മങ്കടയും പെരിന്തൽമണ്ണയും പൊന്നാനിയും ജയിച്ച സാഹചര്യം ഉണ്ടായി. അത്തരം ഒരു വിജയം ആവർത്തിക്കും. 96 മുമ്പ് മലപ്പുറം ജില്ല അന്നുണ്ടായിരുന്ന 5 മുനിസിപ്പാലിറ്റിയും ഇടതുപക്ഷം ജയിക്കുന്ന സ്ഥിതിയുണ്ടായി. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നു. മാത്രമല്ല വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ യുവജനങ്ങളും അവരിൽ ഒരാൾ എന്നുള്ള നിലയിൽ പോലുമല്ല, അവരാണ് ഞാനാണ് അവർ എന്നുള്ള നിലയിലേക്ക് ഉള്ള ഒരു ഫീലിംഗിലേക്ക്, അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഓരോരുത്തരും VP സാനുവാണ്, ഓരോരുത്തരും മത്സരിക്കുകയാണ്, അവരാണ് മത്സരിക്കുന്നത് എന്ന ഒരു വികാരം മലപ്പുറത്തെ യുവ വോട്ടർമാർക്കിടയിലുണ്ടായിരുന്നു. മാത്രമല്ല ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ നിന്നും പോകേണ്ടി വരും എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ടെങ്കിൽ പോലും പ്രതിപക്ഷത്തുണ്ടാകുന്ന ഇപ്പം കേരളത്തിലെ കോൺഗ്രസിലാണെങ്കിൽ ഉണ്ടാകുന്ന ഇപ്പൊ സീറ്റ് സ്ഥാനാർത്ഥി നിർണയം പോലും വളരെ തർക്കങ്ങളിലൂടെ പോകുന്നു എന്നാണ് മാധ്യമ വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ BJPയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ തേരോട്ടത്തിന് ഒരു അന്ത്യം കുറിക്കാൻ ഈ ഒരു തെരഞ്ഞെടുപ്പിന് സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. മതനിരപേക്ഷ കക്ഷികളുടെ ഏകീകരണം തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവും. ഇപ്പോൾ തന്നെ അത് പല നിലയിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായും നല്ല ശക്തമായിട്ട് അത് തെരഞ്ഞെടുപ്പിന് ശേഷം അതുണ്ടാകും. അത്തരത്തിൽ ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ള, ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള രൂപത്തിൽ ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ. ഒരു കാര്യം കൂടി, SDPIയുമായി ലീഗ് ചർച്ച നടത്തിയതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഒരു പരാജയ ഭീതി ലീഗിനുണ്ടെന്ന് സാനുവിന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും. കാരണം അതുകൊണ്ടാണ് മുമ്പ് മണ്ഡലം കാണാതെ വിജയിച്ചു പോയിരുന്നവരാണ്. ഇവിടെ മണ്ഡലം 5 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരുന്ന അവരൊക്കെ പാർലമെന്റിൽ നല്ല പെർഫോം ചെയ്ത ആളുകളാണ്. പാർലമെന്റ് എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ MPമാരെ വെച്ച് നോക്കുമ്പോൾ നന്നായി പെർഫോം ചെയ്ത ഒരുപാട് MPമാർ മുമ്പ് മുസ്ലിം ലീഗിലുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും മണ്ഡലം കാണാതെ വിജയിച്ചു പോകുന്ന സ്ഥിതിയില്ലായിരുന്നു. അത്രയും സ്വാധീനം ഇവിടുത്തെ വോട്ടർമാർക്കിടയിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് പുറകോട്ട് പോയി. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ വേണ്ടി പറ്റും, കോൺഗ്രസ് പോലും വേണ്ട എന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കൂടി കിട്ടിയാലേ ജയിക്കാൻ കഴിയും. എന്നാൽ പോലും ഞങ്ങളുടെ നില പരിഗണിലാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് മുസ്ലിം ലീഗ് എത്തി എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും സൂചിപ്പിക്കുന്നത്. അത് തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ വിജയം തന്നെ. എന്തായാലും എല്ലാ വിജയാശംസകളും നേരുകയാണ് സാനു. ജെസ്സി ടോക്സിൽ ഇന്ന് അതിഥിയായി എത്തിയത് മലപ്പുറത്തിന്റെ ഇടത് സ്ഥാനാർത്ഥിയായ VP സാനുവാണ്. ജെസ്സി ടോക്സിൽ വരും ദിവസങ്ങളിലും സ്ഥാനാർത്ഥികൾ അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി എത്തും. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജസിത സഞ്ജിത്ത് സൈനിങ് ഓഫ് ഫ്രം ജെസ്സി ടോക്സ്.